ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 1930കളുടെ പശ്ചാത്തലത്തിൽ വളരെ പുതുമകളോടെ കഥ പറഞ്ഞു പോയ കോമഡി റൊമാൻസ് ചിത്രമാണ് സൈറൻസ്. 1994 റിലീസായ ഈ ചിത്രം ഒരു സാങ്കല്പിക ഏദൻ തോട്ടത്തിൽ നടക്കുന്ന പോലെ സംഭവങ്ങളെ കോമഡി രൂപത്തിലും അതോടൊപ്പം വിചിത്രമായ ഇമോഷൻസിലൂടെയും അവതരിപ്പിക്കുന്നു. സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയും അയാളുടെ വൈഫും ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക് വരുന്നു. പുരോഹിതനായ ഹീറോ പള്ളിയിൽ നടക്കുന്ന എക്സിബിഷന്റെ ഭാഗമായി അവിടെയുള്ള പെയിന്റിംഗ് ഒക്കെ സന്ദർശിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് ഹീറോയെ കാണിച്ച് അവിടുത്തെ അധികൃതർ അവരോട് സംസാരിച്ചു. ഇത്തരം പെയിന്റിങ്ങുകൾ വലിയ അഴിമതി സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത് വരച്ച ആളിനെ പോയി കണ്ട് ഈ ചിത്രം പിൻവലിക്കണം എന്നുള്ള കാര്യം അയാളെ അറിയിക്കാനായി ഹീറോയെ അവിടെ നിന്നും ചുമതലപ്പെടുത്തുന്നു. ആ ദൗത്യം ഹീറോ ഉടനെ ഏറ്റെടുത്തു. അയാൾക്കൊപ്പം ഹീറോയുടെ വൈഫും പോകാനായി തീരുമാനിച്ചു. അങ്ങനെ അവർ ആർട്ടിസ്റ്റ് നോർമൻ എന്ന ആ പെയിന്ററിനെ കാണാനായി യാത്ര തിരിച്ചു. ഒടുവിൽ ഒരുപാട് കഷ്ടത നിറഞ്ഞ യാത്ര ചെയ്ത് അവർ അയാളുടെ വീട്ടിലെത്തി. അവിടെ ആർട്ടിസ്റ്റിനോടൊപ്പം അയാളുടെ ഭാര്യയെയും 3 ജോലിക്കാരികളായ പെണ്ണുങ്ങളെയും അവർ കണ്ടുമുട്ടുന്നു. നമ്മുടെ ഹീറോയുടെ വൈഫിന് ആദ്യമൊന്നും അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട ഹീറോയും ഹീറോയിനും അവിടുത്തെ ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ ജോലിക്കാരികൾ അവരോട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു. അങ്ങനെ അന്നത്തെ രാത്രി ഉറക്കവും കഴിഞ്ഞ് രാവിലെ ഉറക്കമുണർന്ന ഹീറോയിനോട് അവിടുത്തെ ജോലിക്കാരിൽ ഒരാൾ പുഴയിൽ കുളിക്കാൻ പോകാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. നിഷ്കളങ്കയായ ഹീറോയിൻ അവർക്കൊപ്പം പോകുന്നു. അങ്ങനെ കുളക്കടവിലെത്തിയ ഹീറോയിൻ ഒന്ന് ഞെട്ടി. അവിടെ എത്തിയപാടെ മറ്റുള്ള 3 പേരും വസ്ത്രങ്ങളൊക്കെ അയച്ചിട്ട് അങ്ങോട്ട് കുളി തുടങ്ങി. ഇത്രയും ഓപ്പണായൊക്കെ ഇവർ എങ്ങനെ കുളിക്കുന്നു എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഹീറോയിൻ നിന്നു. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളെ കണ്ട് ഒരു കൂസലും ഇല്ലാതെ മറ്റുള്ളവർ നിന്നപ്പോൾ ഹീറോയിൻ അവരോട് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അയാൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടുത്തെ ഒരു പുറംജോലിക്കാരനാണ് അയാൾ എന്ന് അവർ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കുളിയും വേണ്ട നനയും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ തിരികെ വീട്ടിലേക്കെത്തി. അത് കഴിഞ്ഞ് അവിടുത്തെ ആർട്ടിസ്റ്റായ അയാൾ തന്റെ പുതിയ പെയിന്റിങ്ങിനായുള്ള തയ്യാറെടുപ്പുകളിൽ ആയിരുന്നു അവിടെ. അപ്പോഴാണ് ഹീറോയും ഹീറോയിനും അറിയുന്നത് ആ 3 പെണ്ണുങ്ങളും അയാളുടെ പെയിന്റിങ്ങിനായുള്ള മോഡലുകൾ ആണെന്ന്. പല പല പോസുകളിൽ ഡ്രസ്സില്ലാതെ നിന്നുകൊടുക്കുന്ന അവരുടെ പെയിന്റിങ്ങും വരയ്ക്കുന്നതും നോക്കി അവർ അന്തം വിട്ടു നിന്നു. പെയിന്റിങ്ങിന്റെ മോഡലായി മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും അവർ 3 പേരും ഒറ്റക്കെട്ടായിരുന്നു. അതേക്കുറിച്ച് അവർ 3 പേരും സംസാരിക്കുന്നത് ഹീറോയിൻ വായും പൊളിച്ചിരുന്ന് കേട്ടു. അപ്പോൾ മുതൽ ഹീറോയിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഹീറോയിൻ അവരുമായി കൂടുതൽ അടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അവർ 3 പേരുടെ വിചിത്രമായ പ്രവൃത്തികൾ ഹീറോയിനും ഇഷ്ടമാകുന്നു. എന്നാൽ അതൊന്നും ആദ്യം അവൾ പുറത്തു കാണിച്ചില്ല. അതിനുശേഷം വന്ന കാര്യത്തിന്റെ ഉദ്ദേശം പലതവണ ഹീറോ ആർട്ടിസ്റ്റുമായി സംസാരിക്കുന്നു. എന്നാൽ ഹീറോയിന്റെ ചിന്ത മുഴുവനും ആ 3 പേരുടെ കളികളിൽ മുഴുകിപ്പോയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഹീറോയിൻ ചില ശബ്ദങ്ങൾ കേട്ട് ഉണരുന്നു. അവൾ ഓടി ആ 3 പേരുടെ മുറിയിൽ ചെന്ന് നോക്കി. അവിടെ നല്ല കലാപരിപാടികൾ നടക്കുന്നത് കണ്ട് അവൾ ആസ്വദിച്ചു നോക്കി നിന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ആ 3 സുന്ദരികൾക്കൊപ്പം ഒന്ന് കറങ്ങാനായി പോയി. എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കുന്ന ഹീറോയിനെ അവർ ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവർ കുടിയും കളിയുമൊക്കെയായി ശരിക്കും ആസ്വദിച്ച് അടിച്ചു പൊളിക്കുന്നു. ഹീറോയിനെ അവരോടൊത്തുള്ള കമ്പനി ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു. ഈ സമയം ഹീറോ ആർട്ടിസ്റ്റുമായി ഒടുക്കത്തെ ചർച്ചയിലായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പെയിന്റിങ്ങുകൾ വലിയ വിവാദം സൃഷ്ടിക്കുമെന്ന് അയാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹീറോ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് സമയമായി ഭാര്യയെ കാണാതിരുന്നപ്പോൾ ഹീറോ പുഴക്കരയുടെ അടുത്തേക്ക് നടന്നു പോയപ്പോഴാണ് തന്റെ ഭാര്യ ആ 3 പേരുടെ ഒത്ത് സീരിയസ് കളിയിൽ ആയിരുന്നുവെന്ന് ഹീറോ കണ്ടത്. ഭാര്യയുടെ കളികൾ കണ്ട് അന്തം വിട്ട് കുറച്ചുനേരം സീനും പിടിച്ച് ഹീറോ തിരിച്ചുപോയി. അവർ ഇന്നത്തോടെ അടിച്ചു പിരിയുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മോഡലുകളുമായുള്ള ഭാര്യയുടെ അടുപ്പത്തെക്കുറിച്ച് സംസാരിച്ച ഹീറോ അവളെ അതിൽ കുറ്റപ്പെടുത്താതെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതോടെ ഹീറോയിന് കൂടുതൽ ധൈര്യം കിട്ടി. പിന്നെ അവിടെ സെക്കൻഡ് ഷോ ഒരു പതിവായി വെച്ച് നടത്തി. ഹീറോയുടെ ഒപ്പം കഴിയുമ്പോഴും അവളുടെ സ്വപ്നങ്ങളിൽ മറ്റു പലതും അലയടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും ഹീറോയിൻ മോഡലുകളെക്കാൾ ഫാസ്റ്റായി അവരോട് അടുപ്പത്തിലാവുന്നു. ഹീറോയിന്റെ സങ്കല്പത്തിൽ ആ 3 പേരും അവളെ പണിയുന്നതൊക്കെ അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഹീറോയും ആർട്ടിസ്റ്റുമായി പൊരിഞ്ഞ വഴക്കായി. കാരണം തന്റെ സമ്മതമില്ലാതെ അയാൾ ഹീറോയിന്റെ ചിത്രം വരച്ചു എന്നതായിരുന്നു. ഉടനെ ഹീറോയിൻ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് 3 മോഡൽസിന്റെയും ചിത്രത്തിന്റെ ഒപ്പം ഹീറോയിന്റെയും ചിത്രവും അയാൾ വരച്ചുവെന്ന്. അത് കണ്ട ഉടനെ ഹീറോയിൻ അവനെ അടിച്ചോടിക്കും എന്ന് കരുതിയപ്പോൾ വളരെ അത്ഭുതത്തോടെ അവൾ ആ ചിത്രത്തിനെ നോക്കി ആസ്വദിച്ചുകൊണ്ട് നിന്നു.
അത് പോരാഞ്ഞിട്ട് ഹീറോയുടെ മുഖത്ത് നോക്കി ഒരു ചിരിയും ചിരിച്ചു. ദേഷ്യം വന്ന ഹീറോ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇനിയെങ്ങാനും ഇവൾ ശരിക്കും അവന് വരയ്ക്കാൻ വേണ്ടി നിന്നു കൊടുക്കുമോ എന്ന് പേടിച്ച് ഹീറോയിനെ കൂട്ടി ഉള്ള ജീവനും കൊണ്ട് തിരിച്ചു പോകുന്നു. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ വച്ചുള്ള ഉറക്കത്തിൽ പോലും ഹീറോയിന്റെ സ്വപ്നം ആ 3 മോഡൽസിന്റെ ഒപ്പം ഉടുതുണിയില്ലാതെ ഫ്രീ ആയി നടക്കുന്നതൊക്കെ ആയിരുന്നു. അങ്ങനെ പടം അവിടെ അവസാനിച്ചു. ഈ സിനിമ തീർച്ചയായും 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണൂ എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.